ദയവ് ചെയ്ത് ആരും എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കരുത്, ദയവ് ചെയ്ത്. കാരണം അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു SMT മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ എത്ര പേർക്ക് എന്നെ അറിയാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇടാൻ ഏകദേശം 1 മാസം 2 മാസമൊക്കെ എടുക്കും. അപ്പോൾ ഭയങ്കര ടൈം ഗ്യാപ്പാണ്. എപ്പോഴും റെഗുലറായിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കത്തില്ല. കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ ആയാലും പണിയുടെ തിരക്കായാലും ഒക്കെ കൊണ്ടും മാത്രമല്ല കണ്ടൻറ് ഇല്ല, അതാണ് സത്യം. കണ്ടൻറ് എന്ന് പറയുന്ന സാധനം, കാരണം നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വണ്ടി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോസ് ഇട്ടിട്ടുള്ളത് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൽ തന്നെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ്. കാരണം ഇപ്പോഴും ഞാൻ പഴയ വീഡിയോസിന് ഇപ്പോഴും എന്താ പറയുക, എൻ്റെ ആ വീഡിയോസിന് കമൻസ് വരുന്നുണ്ട് ഒരുപാട്. അതങ്ങനെ ചെയ്യാൻ ബ്രോ, അതിങ്ങനെ എന്തുകൊണ്ടാവുന്നത് എന്നൊക്കെ ഒരുപാട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായാലും ഇപ്പോഴും കമൻസ് വരുന്നുണ്ട് എൻ്റെ വീഡിയോസിന്. സോ അത് തന്നെ എന്താ പറയുക, വലിയൊരു ഭാഗ്യമാണ്. കാരണം ആൾക്കാർക്ക് യൂസ് ആവുന്നൊരു വീഡിയോസാണ് ഞാൻ ചെയ്ത് വെച്ചതെന്നുള്ളൊരു ഇതുണ്ട്. എനിക്കിപ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് ആ ഒരു വീഡിയോസിന് ശേഷം. കാരണം ചെയിൻ്റെ ആ ഒരു വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബൈ ദ വേ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ, ഞാനിപ്പോൾ ഇവിടെ ദുബായിയാണ്. കാരണം എല്ലാ സാധാരണക്കാരനെ പോലെയും ഇപ്പോൾ അറിയാമല്ലോ, ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒടുവിൽ എത്തിപ്പെടുന്നത് നമ്മുടെ UAE-യിലാണ്, ഇവിടുത്തെ മണ്ണിലാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഇവിടെയാണുള്ളത്. കറൻ്റ്ലി ദുബായിലാണ് എൻ്റെ എന്താ പറയുക വർക്കിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ നാട്ടിൽ പോകേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ വൈഫിൻ്റെ അടുക്ക വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അബുദാബിയിലാണ് ഉള്ളത്. അബുദാബിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 3G ആയിട്ടാണുള്ളത്. കാരണം ദയവ് ചെയ്ത് ആരും എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കരുത്, ദയവ് ചെയ്ത്. കാരണം ടിക്കറ്റ് എടുത്ത് കുടുങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താ പറയുക, ഇവന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നതിൻ്റെ രാവിലെ, അതായത് അതിൻ്റെ തലേന്ന് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഇതൊന്നും ക്യാൻസലേഷനോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴുണ്ട് ഏകദേശം 10 മണിക്കുള്ളിലും നമ്മളിവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞു ഒരു 10 മണിക്കുള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ആവും, അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ റൂമിൽ വന്നിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും ഒന്ന് ചെക്ക് ചെയ്ത്, അപ്പോഴാണ് അവന്മാർ ക്യാൻസലാക്കിയിട്ടുള്ളത്. നിങ്ങളൊന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പെട്ടിക്കാരായി ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ലോക്കായിട്ടുള്ളത്. അപ്പോൾ ആരും എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കരുത്. വേറെ ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷേ അതിനൊക്കെ റേറ്റും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ചാർജസൊക്കെ നല്ലോണം ഹൈ ആക്കിയിട്ടാണുള്ളത്. അപ്പോൾ സിറ്റുവേഷൻ ഇവിടെ ഭയങ്കര എന്താ പറയുക മോശമാണെന്നല്ല, ഈ നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, അതാണ് സത്യം. പോകാൻ പറ്റുന്നത് തന്നെ ഇപ്പം തന്നെ എനിക്ക് കിട്ടിയത് ചെന്നൈയിലേക്കാണ്. ഞാനിപ്പോൾ ശനിയാഴ്ച എന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത ഫ്ലൈറ്റ് അതിപ്പോൾ ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ നിന്ന് ഇനി ഇപ്പോൾ കണ്ണൂർക്കേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ ഒരു ഇത് പിടിക്കണം, ബസ്സോ ട്രെയിനോ അങ്ങനെ ഒന്നും പിടിക്കണം. സോ അങ്ങനെയൊക്കെയാണ് അവസ്ഥയുള്ളത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിലെത്തിയിട്ട് എന്തെങ്കിലും വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ കാരണമാണ് പിന്നെ ആകെയുള്ള ഒരു മൂഡും കൂടി പോയിട്ടുണ്ടായിരുന്നതും. സോ ദാറ്റ്സ് ഇറ്റ്. എന്തായാലും സപ്പോർട്ടുണ്ട്, കാരണം ഒരുപാട് സപ്പോർട്ടുണ്ട്. കാരണം ഇപ്പോഴും എൻ്റെ ആ ഒരു പഴയ വീഡിയോസിന് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോസ് ആണല്ലോ അത്. കാരണം അതാണല്ലോ അല്ലേ ഞാൻ എന്താ തേങ്ങ പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഫേസ് ടു ഫേസ് വ്ളോഗ് ചെയ്യുന്നത്. വ്ളോഗായിട്ട് ചെയ്യുന്നത് ഫേസ് ടു ഫേസ് ഫസ്റ്റ് ടൈമാണ്. കാരണം മൈക്കും ഇല്ല എൻ്റെ കൈശം കേട്ടോ, മൈക്കും ഇല്ല, ഫോണിൻ്റെ മൈക്കിലാണിത് റെക്കോർഡ് ചെയ്യുന്നത് തന്നെ. അപ്പം നാട്ടിലാണ് മൈക്ക് കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഒക്കെ കൊണ്ട് എല്ലാം സെറ്റാവും എന്ന് വിചാരിക്കുന്നത്. കാരണം ഇതിട്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, റീച്ച് ഉണ്ടോ നോക്കട്ടെ. കാരണം ഞാനിപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി ഇട്ട ഒരു വീഡിയോസിന് റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു 1.2K, അതായത് 1000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. 1000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ക്രൗഡാണ്. സോ അതെനിക്ക് എന്താ പറയുക കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇടുന്ന വീഡിയോസിന് റീച്ച് ഉണ്ടാവില്ല. അല്ലാതെ വെറുതെ ചുമ്മാ എന്തെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് ഇടുമ്പോഴാണ് അതിന് റീച്ച് ഉണ്ട്. അതാണ് നമ്മുടെ യൂട്യൂബ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് ചെയ്യും. എനിക്ക് ഇതേപോലെ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഷൈ ആണ്, അതുപോലെ തന്നെ ഷൈ ആണ്. ആൾക്കാരെ മുന്നിൽ ചെന്നിട്ട് വ്ളോഗ് ചെയ്യാനുള്ള ധൈര്യമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ
എന്തായാലും നമ്മൾ ചെയ്യും, വൈകാതെ തന്നെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ വേണം. അതായത് എൻ്റെ മുമ്പ് ഇട്ട വീഡിയോസിന് ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്, അതിപ്പോഴും റീച്ചായിട്ട് പോകുന്നുണ്ട്. സോ അതുപോലെയുള്ള സപ്പോർട്ട് ഇപ്പോഴും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതുപോലെ എന്താ പറയുക തുടർന്ന് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. കണ്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ റൂമിൽ ഇപ്പോൾ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ യാത്രയുള്ളൂ. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് എന്താ പറയുക വെടിയും മിസൈലൊക്കെ നിർത്തിയെന്നാണ്, മിസൈലൊക്കെ നിർത്തിയെന്നാണ് കേട്ടറിവ്. പക്ഷെ അറിയാൻ പാടില്ല, കാരണം ഇവന്മാർ പുലർച്ചയ്ക്കാണ്, അതായത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ഇവന്മാർ വിടുക മിസൈൽ, അന്നേരമാണ് നമുക്കിവിടെ വാണിംഗ് അടിക്കുക. അപ്പോൾ എന്താ പറയുക, അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. രാവിലെ ഉച്ചയ്ക്കും ഇവിടെ മിസൈലൊക്കെ പോകാറുണ്ട്, പക്ഷെ എന്താ പറയുക അധികവും ഇവിടെ അബുദാബിയിലൊക്കെ പുലർച്ചക്കാണ് കേട്ടോ. രാവിലെ ഉണ്ടാവും, അലാറം പോലെ ഉണ്ടാവും ഇങ്ങനെ പോകുന്നത്, മിസൈൽ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കിടക്കുന്നവർക്ക് അലാറം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷനിൽ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക 2 ആഴ്ചത്തേക്ക് നിർത്തിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് വലിയ മിസൈലോ കാര്യങ്ങളോ മിനിഞ്ഞാന്നുണ്ടായിരുന്നു കേട്ടോ, മിസൈലിൻ്റെ വാണിംഗ് ഉണ്ടായിരുന്നു, പൊട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇല്ല, മിസൈല് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ശിവന്മാർക്ക് എപ്പോഴാണ് മൈൻഡ് മാറുന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ്, എങ്ങനെയായാലും നാട്ടിൽ പോകുന്നവരെങ്ങനെയെങ്കിലായിട്ട് ഇതൊന്ന് എന്താ പറയുക ശാന്തമായി നിന്നാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ് വ്ളോഗ്. നമ്മുടെ ഈ ചെറിയ റൂമാണ് കേട്ടോ. ഇപ്പോൾ ദുബായിൽ ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും പാർട്ടീഷൻ റൂംസൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ റൂമിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും അധികം കാണിക്കാത്തത് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വ്ളോഗ്. കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എനിക്കറിയാം, പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യൽ തന്നെ, അത്ര തന്നെ. കാരണം ചുമ്മാ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ല എന്തെങ്കിലും ഒരു വ്ളോഗ് എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇടുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ട് എന്തായാലും വരും. ഇപ്പം നാട്ടിലൊന്ന് എത്തിയിട്ടാകുമ്പോൾ ബാക്കി നമുക്ക് എന്താ പറയുക വണ്ടി റിലേറ്റഡ് ആയിട്ടായാലും ഒക്കെ ആയാലുള്ളൊരു കണ്ടൻറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.